സ്ക്രീൻ കാണല്ലേ? ആ ഓക്കെ. അപ്പൊ ഇന്നലെ ആൽഗയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? അപ്പൊ ഇന്ന് ബ്രയോഫൈറ്റ്സ്, ടെറഡോഫൈറ്റ്സ്, പിന്നെ അതേപോലെ ജിംനോസ്പോംസ്. പിന്നെ ആൻജിയോസ്പോം ആക്ച്വലി ഞാൻ വിചാരിച്ചതിലും കുറവാണ് നിങ്ങളുടെ ടെക്സ്റ്റ്. ബാക്കിയൊക്കെ ഫുൾ എടുത്ത് ഒഴിവാക്കിയാണ്. ആകെ കുറച്ച് 2-3 സെന്റൻസേ നിങ്ങൾക്കുള്ളൂ. അതിന്റെ ലൈഫ് സൈക്കിളും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോ ബ്രയോഫൈറ്റ്സ് തുടങ്ങാം. ബ്രയോഫൈറ്റ്സ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഓഫ് ഓൾ ദേ ആർ നോൺ ആസ് എന്താണ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. എന്താണ് ഈ പേര് മറക്കരുത്. ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നാണ് ബ്രയോഫൈറ്റ്സിനെ അറിയപ്പെടുന്നത്. ഇതിനൊരു റീസൺ ഉണ്ട്. എന്താന്ന് വെച്ചാല് എന്താണ് അവരുടെ സർവൈലൻസിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് വേണം? ലാൻഡും വേണം, വാട്ടറും വേണം. ദേ നീഡ് ബോത്ത് എന്താണ് ലാൻഡ് ആൻഡ് വാട്ടർ ഫോർ സർവൈവൽ. ലാൻഡ് അവര് എന്താണ് നിൽക്കുന്ന സ്ഥലം, അതായത് ആങ്കറേജിനൊക്കെ ആണ് ലാൻഡ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്ടറിന്റെ ആവശ്യം വരുന്നത് എവിടെയെന്ന് വെച്ചാല് എവിടെയാണ്? ഫോർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് അവർക്ക് എന്ത് വേണ്ടത്? വാട്ടറിന്റെ ആവശ്യം വേണ്ടത്. ഓക്കെ. അപ്പൊ അവരതാണ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? ദേ നീഡ് ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ ഫോർ സർവൈവൽ. നമുക്കറിയാം ലാൻഡിലും വാട്ടറിലും ജീവിക്കുന്ന ജീവികൾക്കാണ് നമ്മൾ എന്ത് പറയാ? ആംഫിബിയൻസ് എന്ന് പറയും. അപ്പൊ ലാൻഡ് ഇവരുടെ എന്താണ് എവിടാണോ ഇവർ ലാൻഡിലാണല്ലോ പ്ലാന്റ്സിനെ കാണുക, അതിന് വേണ്ടിയിട്ടാണ് ലാൻഡ്. വാട്ടറിന്റെ ആവശ്യം എന്താന്ന് വെച്ചാല് അവന്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ അവർക്ക് എന്ത് വേണം? വാട്ടർ വേണം. അപ്പോ എന്താണ് മോസ്റ്റ് ഓഫ് ദം ആർ സീൻ ഇൻ എവിടെയാണ്? മോയിസ്റ്റ് ഏരിയ. ഓക്കെ. മോസ്റ്റ് ഓഫ് ദം ആർ സീൻ ഇൻ മോയിസ്റ്റ് ഏരിയ. മോയിസ്റ്റ് ആയിട്ടുള്ള കുറച്ച് വാട്ടറിന്റെ പ്രസൻസ് ഒക്കെ ഉള്ള ഏരിയയിലാണ് ഇവിടെ നമുക്ക് ആരെ കാണാൻ പറ്റുക? ബ്രയോഫൈറ്റ്സിനെ കാണാൻ പറ്റുക. ഇനി ബ്രയോഫൈറ്റ്സിന് ഒരുപാട് എന്തുണ്ട്? ഫീച്ചേഴ്സ് ഉണ്ട്. ടെക്സ്റ്റിൽ ബ്രയോഫൈറ്റ്സിന് ഒരുപാട് ഫീച്ചേഴ്സിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ബ്രയോഫൈറ്റ്സിന്റെ ഫീച്ചേഴ്സ് നോക്കാം. അതേപോലെ ബ്രയോഫൈറ്റ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഏതൊക്കെയാ? ബ്രയോഫൈറ്റ്സിന് രണ്ട് ടൈപ്പ് ഉണ്ട്. രണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഒന്നാണ് ലിവർവേർട്സ്, രണ്ടാമത്തതാണ് മോസസ്. ഇങ്ങനെ രണ്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രയോഫൈറ്റ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവർവേർട്സ് ഉണ്ട്, മോസസ് ഉണ്ട്. ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം ആണ്. മോയിസ്റ്റ് പ്ലേസിലാണ് കാണുക. വാട്ടർ സെക്ഷൽ റീപ്രൊഡക്ഷന് ആവശ്യമാണ്. ഇനി ഇവർക്ക് കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഓരോ ഫീച്ചേഴ്സ് ആയിട്ട് നോക്കാം. ഒന്ന്, ഫസ്റ്റ് ഫീച്ചർ എന്താന്ന് വെച്ചാല് എന്താണ് ഇവരുടെ പ്ലാൻ ബോഡി എന്താണ്? ഗാമറ്റോഫൈറ്റ് ആണ്. പ്ലാൻ ബോഡി ഇസ് എന്താണ്? ഗാമറ്റോഫൈറ്റ്. മെയിൻ പ്ലാൻ ബോഡി ഗാമറ്റോഫൈറ്റ് ആണ്. ഗാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ എന്താണ്? ഗാമേറ്റ് പ്രൊഡ്യൂസിങ് പ്ലാൻ ബോഡി. അതായത് ഏത് പ്ലാൻ ബോഡി നിന്നാണോ ഗാമേറ്റ്സ് ഉണ്ടാകുന്നത് അവരെ നമ്മൾ ഗാമറ്റോഫൈറ്റ് എന്ന് വിളിക്കും. ഏത് പ്ലാൻ ബോഡി നിന്നാണോ സ്പോർസ് ഉണ്ടാവുന്നത് അവരെ നമ്മൾ എന്ത് വിളിക്കും? സ്പോറോഫൈറ്റ് എന്ന് വിളിക്കും. അപ്പൊ ബ്രയോഫൈറ്റ്സിനെ നോക്കുകയാണെങ്കിൽ അവരെ മെയിൻ പ്ലാൻ ബോഡിയിൽ എന്താണ് ഉണ്ടാവുന്നത്? ഗാമേറ്റ്സ് ആണ് ഉണ്ടാവുന്നത്. സ്പോർസും ചില എന്താണ് സ്റ്റേജസിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ മൊത്തം സൈക്കിൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ആരാണ്? ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് ആണ് ആരെ ലൈഫ് സൈക്കിളിനുള്ളത്? ബ്രയോഫൈറ്റിന് ലൈഫ് സൈക്കിളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരെ മെയിൻ പ്ലാൻ ബോഡിനെ നമ്മൾ എന്ത് വിളിക്കും? ഗാമറ്റോഫൈറ്റ് എന്ന് വിളിക്കും. രണ്ടാമത്തെ എന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ് എന്താണ്? ദേ ആർ നോൺ ആസ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ദേ ആർ നോൺ ആസ് എന്താണ്? ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. എന്തുകൊണ്ടാണ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത്? അവർക്ക് അവരുടെ സർവൈലൻസിന് വേണ്ടിയിട്ട് എന്ത് വേണം? അല്ലെങ്കിൽ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് ബോത്ത് ലാൻഡ് വേണം, വാട്ടർ വേണം. ഓക്കെ. പിന്നെ ഒരു ഫീച്ചർ എന്താന്ന് വെച്ചാല് ഇവര് നോൺ വാസ്കുലാർ പ്ലാന്റ്സ്. ഇവരെന്താണ്? നോൺ വാസ്കുലാർ പ്ലാന്റ്സ് ആണ്.
പറ. നോൺ വാസ്കുലാർ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ് ഇല്ലാണ്ടിരിക്കുക? നോ എന്താ ഇല്ലാണ്ടിരിക്കുക? അനാട്ടമി കഴിഞ്ഞിട്ടില്ല. അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് കഴിഞ്ഞിട്ടില്ല. ഇല്ല. ആ ചാപ്റ്റർ എടുത്ത് ഒഴിവാക്കിയാണോ? അല്ലല്ലോ. അല്ല, ഉണ്ട്. പക്ഷെ എടുത്തിട്ടില്ല. ഓക്കെ. അപ്പൊ ഇവർക്ക് എന്തില്ല? സൈലം ആൻഡ് ഫ്ലോയം. സൈലം ഫ്ലോയം ഇല്ലാത്ത പ്ലാന്റ്സിനെ നമ്മൾ എന്ത് പറയാ? നോൺ വാസ്കുലാർ എന്ന് പറയും. ഓക്കെ. അപ്പൊ ഇവരെന്താണ്? നോൺ വാസ്കുലാർ ആണ്. ഇവർക്ക് സൈലം ഫ്ലോയം, ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആൽഗേനെ കമ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വലിയ ഡിഫറൻസിയേഷനും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. ആൽഗേനെ പോലെ തന്നെ ഒരു താലസിലേക്ക്, അതായത് അൺഡിഫറൻഷിയേറ്റഡ് പ്ലാന്റ് ബോഡിയാണ് ഇവർക്കുള്ളത്. ഓക്കെ. ഇവര് നോൺ വാസ്കുലാർ പ്ലാന്റ്സ് ആണ്. സൈലോ ഫ്ലോയോ ഒന്നുമില്ല. പിന്നെന്താണെന്ന് വെച്ചാല് ഇവരാണ് ഫസ്റ്റ് എംബ്രിയോ ഫൈറ്റ്. എംബ്രിയോ ഫൈറ്റ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് എംബ്രിയോ ഉണ്ടാവുന്നത് ഏതിലാണ്? ബ്രയോഫൈറ്റിലാണ്. അതായത് മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഫ്യൂസ് ചെയ്തിട്ട് എംബ്രിയോ ഫോർമേഷൻ ഫസ്റ്റ് നടക്കുന്നത് നമ്മളിങ്ങനെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇവല്യൂഷൻ വെച്ച് നോക്കി വരുമ്പോൾ എവിടെയാണ് കാണുന്നത്? ബ്രയോഫൈറ്റിലാണ് ഫസ്റ്റ് ആയിട്ട് കാണുന്നത്. അതായത് ആൽഗയിൽ എന്തില്ല? മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഫോം ചെയ്യുന്ന എംബ്രിയോ ഫോർമേഷൻ നടക്കുന്നില്ല. ഫസ്റ്റ് ആയിട്ട് എംബ്രിയോ ഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോ ഫോർമേഷൻ നടക്കുന്നത് എവിടെയാണ്? ബ്രയോഫൈറ്റിലാണ്. ഓക്കെ. പിന്നെ ഒരു ഫീച്ചർ എന്താന്ന് വെച്ചാല് ഇവരെന്താണ്? സ്മോൾ ആണ്. നോൺ വുഡി പ്ലാന്റ്സ്. സ്മോൾ നോൺ വുഡി പ്ലാന്റ്സ് ആണ്. നമ്മൾ പറഞ്ഞേ പ്രത്യേകിച്ച് വാസ്കുലാർ സിസ്റ്റവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ ഭയങ്കര സ്മോൾ വർക്ക്. പിന്നെ സ്റ്റെമ്മ് റൂട്ട് കാര്യങ്ങളായിട്ട് ഡിഫറൻസിയേഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പൊ സ്മോൾ നോൺ വുഡി പ്ലാന്റ്സ് ആണ്. ആൻഡ് ദേ ആർ ഗ്രോൺ ഇൻ, എവിടെയാണ് കാണുക? ഞാൻ ഓൾറെഡി പറഞ്ഞ്, മോയിസ്റ്റ് ആൻഡ് ഷെയ്ഡി പ്ലേസസ്. ഓക്കെ. കുറച്ച് നനവുള്ള തണലുള്ള സ്ഥലങ്ങളിലാണ് ആരെ കാണാൻ പറ്റുക? ബ്രയോഫൈറ്റ്സിനെ കാണാൻ പറ്റും. ദേ ആർ ഗ്രോൺ ഇൻ മോയിസ്റ്റ് ആൻഡ് ഷെയ്ഡി പ്ലേസസ്. ഓക്കെ. പിന്നുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാല് ഇവർക്ക് എന്തുണ്ട്? ഇവർക്ക് റൈസോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. എന്തുണ്ട്? റൈസോയിഡ്സ് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ട്. എന്താണ് ഈ റൈസോയിഡ്സ്? റൈസോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് അല്ല, റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സിനെ നമ്മൾ എന്ത് പറയാ? റൈസോയിഡ്സ് എന്ന് പറയും. ദേ ആർ നോട്ട് റൂട്ട്. റൂട്ട് ആയിട്ട് ഡിഫറൻസിയേഷൻ വന്നിട്ടില്ല, പക്ഷെ റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് എന്ത്? റൈസോയിഡ്സ്. അപ്പൊ ബ്രയോഫൈറ്റിൽ എന്ത് കാണാൻ പറ്റും? റൈസോയിഡ്സ് കാണാൻ പറ്റും. പിന്നെന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞ മെയിൻ പ്ലാന്റ് ബോഡിയാണ് എന്ത്? ഗാമറ്റോഫൈറ്റ്. പക്ഷെ അറ്റ് സം സ്റ്റേജ് ഓഫ് ദ ലൈഫ് സൈക്കിൾ ഇവർ സ്പോറോഫൈറ്റ് ആണ്. അതായത് ഇവർ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ മൊത്തം സൈക്കിൾ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിട്ടും ബ്രയോഫൈറ്റിനെ കാണുന്നത് ഏത് സ്റ്റേജിലാണ്? ഗാമേറ്റ് പ്രൊഡ്യൂസിങ് ഗാമറ്റോഫൈറ്റ് സ്റ്റേജിലാണ്. അതുകൊണ്ടാണ് മെയിൻ പ്ലാന്റ് ബോഡി ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. പക്ഷെ എന്തും കൂടിയാണ്? ഇവർക്ക് സ്പോറും കൂടി പ്രസന്റ് ആണ്. അപ്പൊ എങ്ങനത്തെ സ്പോറാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ദേ ആർ ഹോമോസ്പോറസ് എന്ന് പറയും. അതായത് എന്താണ് ഹോമോസ്പോറസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? സെയിം ടൈപ്പ് ഓഫ് സ്പോർസ് ആണ് എന്ത് ചെയ്യുക? ഇവര് പ്രൊഡ്യൂസ് ചെയ്യുക. ദേ ആർ ഹോമോസ്പോറസ്. ഓക്കെ. പിന്നെ പറയുന്നത് ഇവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ പറ്റിയിട്ടാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ട്. ഏതൊക്കെയാണ്? ആന്ത്രീഡിയം എന്ന് പറഞ്ഞാല് ഏതാണ്? അതേപോലെ ആർക്കിഗോണിയം. ഓക്കെ. ആന്ത്രീഡിയം ഉണ്ട്, ആർക്കിഗോണിയം ഉണ്ട്. ആന്ത്രീഡിയം എന്ന് പറഞ്ഞാലാണ് എന്ത്? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. മെയിൽ റീപ്രൊഡക്റ്റീവ് സെക്സ് ഓർഗൻ ആണ് ആന്ത്രീഡിയം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സെക്സ് ഓർഗൻ ആണ് എന്ത്? ആർക്കിഗോണിയം. ഓക്കെ. അപ്പൊ വരിയിൽ ആന്ത്രീഡിയം കാണാൻ പറ്റും, ആർക്കിഗോണിയം കാണാൻ പറ്റും. പിന്നൊരു ഫീച്ചർ എന്താന്ന് വെച്ചാല് ഇവരുടെ എന്താണ്? സെക്സ് ഓർഗൻസ് ജാക്കറ്റഡ് ആണ്. ദേ ആർ ജാക്കറ്റഡ് ആൻഡ് എന്താണ്? മൾട്ടി സെല്ലുലാർ. സെക്സ് ഓർഗൻസ് എന്താണ്? ജാക്കറ്റഡ് ആൻഡ് മൾട്ടി സെല്ലുലാർ സെക്സ് ഓർഗൻസ്. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് എന്ത്? ബ്രയോഫൈറ്റ്സിന്റെ കുറച്ച് ഫീച്ചേഴ്സ്. നിങ്ങളുടെ ടെക്സ്റ്റില് തന്നെ ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ പോയിന്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞു തന്നുള്ളൂ.
ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം ആണ്? ലാൻഡിലും വാട്ടറിലും കാണാൻ പറ്റും. വാട്ടർ സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. മോയിസ്റ്റ് ഏരിയയിലാണ്. പിന്നെ കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞു അല്ലെ. ഗാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡിയാണ്. ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം ആണ്. നോൺ വാസ്കുലാർ പ്ലാന്റ്സ് ആണ്. ഫസ്റ്റ് എംബ്രിയോഫൈറ്റ് കാണുന്നത് ഇവരിലാണ്. സ്മോൾ നോൺ വുഡി പ്ലാന്റ്സ് ആണ് അല്ലെ. ഗ്രോൺ ഇൻ മോയിസ്റ്റ് ആൻഡ് ഷേഡി പ്ലേസസ്. പിന്നെന്താണ്? പിന്നെ നമ്മൾ പറഞ്ഞു ഇവർക്ക് റൈസോയിഡ്സ് ഉണ്ട്, അതായത് റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇവരിൽ കാണപ്പെടുന്ന സ്പോർസ് ഹോമോസ്പോറസ് ആണ്, അതായത് സെയിം ടൈപ്പ് ഓഫ് സ്പോർസ് ആണ്. പിന്നെ സെക്സ് ഓർഗൻസിനെ പറ്റി പറഞ്ഞു. ബോത്ത് മെയിൽ സെക്സ് ഓർഗൻ ഉണ്ട്, ഫീമെയിൽ ഉണ്ട്. മെയിലിനെ നമ്മൾ ആന്ത്രീഡിയം എന്നും ഫീമെയിലിനെ നമ്മൾ എന്ത് വിളിക്കും? ആർക്കിഗോണിയം എന്ന് വിളിക്കും അല്ലെ. ഇനി ഈ സെക്സ് ഓർഗൻസ് എങ്ങനെയാണ്? ജാക്കറ്റഡ് ആണ്, മൾട്ടി സെല്ലുലാർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് ബ്രയോഫൈറ്റിന്റെ ഫീച്ചേഴ്സ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ് ബ്രയോഫൈറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ലിവർ വേർഡ്സ് ഉണ്ട്, അതേപോലെ മോസസ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് എന്തിനെ പറ്റി നോക്കാം? ലിവർ വേർഡ്സിനെ പറ്റി നോക്കാം. അപ്പൊ ലിവർ വേർഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടിന്റെയും എന്ത് പറയുന്നുണ്ട്? ലൈഫ് സൈക്കിൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് സ്പോറോഫൈറ്റ്, എങ്ങനെയാണ് ഗാമറ്റോഫൈറ്റ്, എങ്ങനെയാണ് പുതിയത് ഉണ്ടാവണമെന്നൊക്കെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ നോക്കാം. ലിവർ വേർഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേ ഹാവ് എ താലസ് ലൈക്ക് പ്ലാന്റ് ബോഡി. താലസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് വെൽ ഡിഫറൻഷിയേറ്റഡ് അല്ലാത്ത റൂട്ടും സ്റ്റെമ്മും ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് എന്തുണ്ട്? താലസ് ലൈക്ക് പ്ലാന്റ് ബോഡി ഉണ്ട്. ഓക്കെ, പിന്നെ ഇവരിലുള്ള ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാല് ഇവർക്ക് ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ട്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ജമ്മ കപ്സ് എന്ന് വിളിക്കും. ഈ ഫിഗർ നോക്കണം. ഈ മേലെ കൊടുത്തിട്ടുള്ള ഫിഗറിൽ കണ്ട ഈ റൗണ്ട് സംഭവങ്ങൾ കണ്ട ഈ പ്ലാന്റ് ബോഡി, ഇതാണ് താലസ് ലൈക്ക് പ്ലാന്റ് ബോഡി. ഇതാണ് താലസ് ലൈക്ക് പ്ലാന്റ് ബോഡി. അതും എന്തുണ്ട്? ജമ്മ കപ്സ് ഉണ്ട് അല്ലെ. അതിന്റെ അടിയിൽ കണ്ട ഇങ്ങനെ കുറെ സാധനങ്ങൾ, ഇതാണ് എന്ത്? റൈസോയിഡ്സ്. ഓക്കെ, താലസ് ലൈക്ക് പ്ലാന്റ് ബോഡി ഉണ്ട്, ജമ്മ കപ്സ് ഉണ്ട്, അതേപോലെ റൈസോയിഡ്സ് ഉണ്ട്. അപ്പൊ എന്താണ് ഈ ജമ്മ കപ്പ്? ജമ്മ കപ്പ് എന്ന് പറഞ്ഞാല് ഫിഗറിൽ കാണാൻ പറ്റും, ഗ്രീൻ ഇൻ കളറാണ്. പിന്നെന്താണ്? മൾട്ടി സെല്ലുലാർ ആണ്. ഇവരെ മെയിൻ ഫങ്ഷൻ എന്താന്ന് വെച്ചാല് ദേ ആർ എന്താണ്? അസെക്ഷൽ ബഡ്സ്. അപ്പൊ ഗ്രീൻ മൾട്ടി സെല്ലുലാർ അസെക്ഷൽ ബഡ്സ് ആണ് എന്ത്? ഈ ജമ്മ കപ്പ്. അവരെന്ത് ചെയ്യും? അവര് ഇങ്ങനെ ഈ താലസ് പ്ലാന്റ് ബോഡിയുമ്പോ കാണും. അവിടുന്ന് എന്ത് ചെയ്യും? അവിടുന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് എവിടേക്ക് വരും? സോയിലിലേക്ക് വീഴും. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു ന്യൂ ബ്രയോഫൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ന്യൂ ലിവർ വേർട്ട് ആയിട്ട് എന്ത് ചെയ്യും? ഗ്രോ ചെയ്യും. ഓക്കെ, എന്താണ്? അസെക്ഷൽ ബഡ്സ് ആണ്. അസെക്ഷൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണില്ല, ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ് നടക്കണില്ല. അവര് ഡിറ്റാച്ച് ചെയ്യും, സോയിൽക്ക് വീഴും, ന്യൂ ലിവർ വേർട്ട് ആയിട്ട് എന്ത് ചെയ്യും? ഗ്രോ ചെയ്യും. അപ്പോ ലിവർ വേർഡ്സിൽ കാണുന്ന അസെക്ഷൽ ഗ്രീൻ മൾട്ടി സെല്ലുലാർ ബഡ്സ് ആണ് എന്ത്? ജമ്മ കപ്സ്. പിന്നെ കാണുന്ന ഒരു സംഭവമാണ് എന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞ് എന്താണ്? ഇവരിൽ എന്തുണ്ട്? റൈസോയിഡ്സ് ഉണ്ട്. റൈസോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് അല്ലെ. ആ ഫിഗറിൽ കാണുന്നില്ലേ? ഫിഗറിൽ എന്തൊക്കെയുണ്ട്? ഒരു താലസ് പ്ലാന്റ് ബോഡി ഉണ്ട്, പിന്നെന്താ ഉള്ളത്? ജമ്മ കപ്പ് ഉണ്ട്, അതേപോലെ റൈസോയിഡ്സ് ഉണ്ട്. ഇത്രയും സംഭവങ്ങളാണ് എന്തിലുള്ളത്? ലിവർ വേർട്ടിലുള്ളത് അല്ലെ. പിന്നെ ഒരു ഫീച്ചർ എന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രയോഫൈറ്റിന് മൊത്തം പറഞ്ഞ പോലെ തന്നെ എന്താണ്? മോയിസ്റ്റ് ഷേഡി പ്ലേസസിലാണ് എന്ത് ചെയ്യുക? ഗ്രോ ചെയ്യുക. മോയിസ്റ്റ് ഷേഡി പ്ലേസസിലാണ് ഇവരെന്ത് ചെയ്യുക? ഗ്രോ ചെയ്യുക. അതേപോലെ തന്നെ എന്താണ്? ഡോർസോ വെൻട്രൽ ബോഡിയാണ്. താലസ് ബോഡി എങ്ങനെയാണ്? ഡോർസോ വെൻട്രൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഫിഗർ നോക്ക്. ഇവർക്ക് എന്തുണ്ട്? ഇവിടെ ഒരു ഡോർസൽ സർഫസ് ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ എന്തുണ്ടാവും? ഒരു വെൻട്രൽ സർഫസ് ഉണ്ടാവും. അതാണ് ഡോർസോ വെൻട്രൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇവരുടെ ലൈഫ് സൈക്കിൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുക നമുക്ക് നോക്കാം.
ലൈഫ് സൈക്കിൾ ഓഫ് ലിവേർവേർഡ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോ ഫസ്റ്റ് ഇവിടെ എന്തുണ്ട്, നമ്മൾ പറഞ്ഞ് മെയിൽ, ഈ ഫിഗർ ഒന്നുകൂടി നോക്കണേ, ഈ ഫിഗർ ഒന്നുകൂടി നോക്കണേ. ഇത് കണ്ടോ, ഈ സംഭവം കണ്ടോ, ഇതാണ് മെയില്. ഈ മേലുള്ള ഈ സ്ട്രക്ചറിൽ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. ഇത് കുറച്ചും കൂടി ഒരു ഫ്ലവർ ലൈക്ക് ആണ്. ഫീമെയിലിന്റെ ഏതാണ്, ആർക്കിഗോണിയം കുറച്ചും കൂടി ഒരു ഫ്ലവർ ലൈക്ക് ആണ്. മെയിലിന്റെ അത്ര അങ്ങോട്ട് എന്തല്ല, കാണാൻ അത്ര ഒരു ഭംഗിയില്ല. ഫീമെയിൽ കണ്ടോ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത്, അതാണ് ഫീമെയിൽ ആർക്കിഗോണിയം. മെയിലിന്റെ ഇതാണ് ആന്ത്രീഡിയം. ഓക്കെ, ദിസ് ഇസ് ആന്ത്രീഡിയം ആൻഡ് ദിസ് ഇസ് ആർക്കിഗോണിയം അല്ലെ. അങ്ങനെ രണ്ട് എന്താണ് താലസിലായിട്ട് ഒന്ന് ആർക്കിഗോണിയം ഉണ്ടാവും, അതേപോലെ എന്തുണ്ടാവും, ആന്ത്രീഡിയം ഉണ്ടാവും. ഇനി എന്താ സംഭവിക്കണത് നമുക്ക് നോക്കാം. മെയിലിന്റെ സെക്സ് ഓർഗൻ ഏതാണ്, ആന്ത്രീഡിയം. ഓക്കെ, ഫീമെയിലിന്റെ ഏതാണ്, ആർക്കിഗോണിയം. മെയിലിന്റെ ആന്ത്രീഡിയം, ഫീമെയിലിന്റെ ആർക്കിഗോണിയം അല്ലെ. ഇനി എന്താ ഉണ്ടാവുക വെച്ചാല്, ഈ ആന്ത്രീഡിയത്തിനുള്ളില് എന്തുണ്ട്, മെയിൽ ഗാമീറ്റ് ഉണ്ട്. ഇതിനുള്ളിൽ എന്തുണ്ട്, മെയിൽ ഗാമീറ്റ് ഉണ്ട്. ഈ മെയിൽ ഗാമീറ്റിന്റെ പേരാണ് എന്ത്, ഈ മെയിൽ ഗാമീറ്റിന്റെ പേരാണ് ആന്ത്രോസോയിഡ്. എന്താണ്, ആന്ത്രോസോയിഡ്. ഓക്കെ, ആന്ത്രീഡിയത്തിനുള്ളിൽ എന്തുണ്ട്, മെയിൽ ഗാമീറ്റ് ഉണ്ട്, അതിന്റെ പേരാണ് എന്ത്, ആന്ത്രോസോയിഡ്. ഓക്കെ, ഈ ആന്ത്രോസോയിഡ് എന്തുണ്ടാവും വെച്ചാല്, ദേ വിൽ റിലീസ് ഇൻ ടു വാട്ടർ. നമ്മൾ പറഞ്ഞ് ഇവർക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യണം അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, ദേ വിൽ ബി റിലീസ്ഡ് ഇൻ ടു വാട്ടർ. അങ്ങനെ വാട്ടറിൽ റിലീസ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യും, വന്നിട്ട് ഫീമെയിൽ ആർക്കിഗോണിയത്തിന്റെ അടുത്തെത്തും. ഫീമെയിൽ ആർക്കിഗോണിയത്തിന്റെ അടുത്തെത്തുമ്പോൾ എന്ത് സംഭവിക്കും, ഫ്യൂഷൻ നടക്കും. ഓക്കെ, മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും കൂടി എന്ത് ചെയ്യും, ഫ്യൂഷൻ നടക്കും. ആർക്കിഗോണിയത്തിനുള്ളിൽ എന്തുണ്ട്, ഇവിടെ അതേപോലെ ഫീമെയിൽ ഗാമീറ്റ് ഉണ്ട്, ഫീമെയിൽ ഗാമീറ്റ് ഉണ്ട്. ഓക്കെ, എന്ത് ചെയ്യും, ഫ്യൂഷൻ നടക്കും. ഫ്യൂഷൻ നടന്നിട്ട് എന്തുണ്ടാവും, ഫ്യൂഷൻ നടന്നിട്ട് എന്തുണ്ടാവും, സൈഗോട്ട് ഉണ്ടാവും. ഫ്യൂഷൻ നടന്നിട്ട് എന്തുണ്ടാവും, സൈഗോട്ട് ഉണ്ടാവും. ഈ സൈഗോട്ട് എന്ത് ചെയ്യും, ഈ സൈഗോട്ട് എന്ത് ചെയ്യും, സ്പോറോഫൈറ്റ് ആയിട്ട് മാറും. സൈഗോട്ട് എന്ത് ചെയ്യും, സ്പോറോഫൈറ്റ് ആയിട്ട് മാറും. ഫ്യൂഷൻ നടക്കും, സൈഗോട്ട് ഉണ്ടാവും, സൈഗോട്ട് സ്പോറോഫൈറ്റ് ആയിട്ട് മാറും. സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ട്രക്ചറ്, ഇവിടെ ഇങ്ങനെ കുറെ സംഭവങ്ങള്, ഇങ്ങനെ ഒരു സംഭവമാണ് സ്പോറോഫൈറ്റ് ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് സ്പോറോഫൈറ്റ്. ഈ സ്പോറോഫൈറ്റിന് എന്ത് സംഭവിക്കും, സ്പോറോഫൈറ്റിന് മിയോസിസ് നടക്കും. മിയോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിഡക്ഷൻ ഡിവിഷൻ അല്ലെ. മിയോസിസ് നടക്കുമ്പോൾ എന്താ ഉണ്ടാവുക, സ്പോറോഫൈറ്റിന് എന്താണ് വരിക, സ്പോറോഫൈറ്റിനുള്ളിൽ എന്താ പ്രൊഡ്യൂസ് ചെയ്യണത്, സ്പോർസ് അല്ലേ, സ്പോർസ് ഉണ്ടാവും അല്ലെ. ഈ സ്പോർസ് എന്ത് ചെയ്യും, അവര് ഡിഫറൻഷിയേറ്റ് ചെയ്യും. എന്തായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും, they will differentiate into gametophyte ആയിട്ട് മാറും. ഇവരെന്ത് ചെയ്യും, gametophyte ആയിട്ട് മാറും. ഈ gametophyte എന്ത് ചെയ്യും, പിന്നെ വീണ്ടും എന്ത് ചെയ്യും, ഇതാ മെയിൻ പ്ലാന്റ് ബോഡി ഒന്നെങ്കിൽ മെയിൽ ആവും, അല്ലെങ്കിൽ എന്താവും, ഫീമെയിൽ ആവും. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്, ലിവർവേർഡ്സിന്റെ ലൈഫ് സൈക്കിൾ. മെയിൽ പ്ലാന്റ് ബോഡി ഉണ്ട്, ഫീമെയിൽ പ്ലാന്റ് ബോഡി ഉണ്ട്. മെയിൽ നമ്മൾ ആന്ത്രീഡിയം എന്ന്, ഫീമെയിലിനെ ആർക്കിഗോണിയം എന്ന് വിളിക്കും. ആന്ത്രീഡിയത്തിനുള്ളിൽ മെയിൽ ഗാമീറ്റ് ഉണ്ട്, അതിന് നമ്മൾ ആന്ത്രോസോയിഡ് എന്ന് വിളിക്കും. അതെന്ത് ചെയ്യും, വാട്ടറിലേക്ക് റിലീസ് ആവും. ഓക്കെ, ഫീമെയിൽ ആർക്കിഗോണിയത്തിനുള്ളിൽ ഫീമെയിൽ ഗാമീറ്റ് ഉണ്ട്. അങ്ങനെ ഈ മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും കൂടി ഫ്യൂസ് ചെയ്തിട്ട് എന്തുണ്ടാവും,
സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് എന്ത് ചെയ്യും? സ്പോറോഫൈറ്റ് ആയിട്ട് മാറും. ഇതാണ് സ്പോറോഫൈറ്റിന്റെ ഒരു സ്ട്രക്ചർ. സ്പോറോഫൈറ്റിന് മിയോസിസ് നടക്കും. മിയോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിഡക്ഷൻ ഡിവിഷൻ. മിയോസിസ് നടന്നിട്ട് എന്ത് ചെയ്യും? സ്പോർസ് ഉണ്ടാവും. ഈ സ്പോർസ് എന്ത് ചെയ്യും? ഗാമറ്റോഫൈറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഡിഫറൻഷിയേറ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യും. ഈ ഗാമറ്റോഫൈറ്റ്സ് വീണ്ടും എന്താവും? ഒന്നെങ്കിൽ മെയിൽ ഗാമറ്റോഫൈറ്റ് ആവും, അല്ലെങ്കിൽ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആവും. ഇത്രയാണ്. അല്ലെങ്കിൽ മെയിൽ ടാലസ് ആയിട്ട് വളരും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഫീമെയിൽ ടാലസ് ആയിട്ട് വളരും. ഇത്രയാണ് എന്ത്? ലിവർ ബേർഡ്സിന്റെ ലൈഫ് സൈക്കിൾ. ഇനി ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? മാർക്കാൻഷ്യ. മാർക്കാൻഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിവർ ബേർഡ് ഉണ്ട്. ചിലപ്പോൾ ചോദിക്കും വിച്ച് among the following is a ലിവർ ബേർഡ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത്? മാർക്കാൻഷ്യ. അപ്പൊ അത്രേ ഉള്ളൂ എന്ത്? ലിവർ ബേർഡിന്റെ ലൈഫ് സൈക്കിൾ. ഇനി അടുത്ത കാറ്റഗറിയാണ് നമ്മൾ പറഞ്ഞത് മോസസ്. മോസസിന്റെ ലൈഫ് സൈക്കിൾ ലിവർ ബേർഡ്സിന്റെ ലൈഫ് സൈക്കിൾ പോലെ തന്നെ, പക്ഷെ ചെറിയ എന്തുണ്ട്? ഒരു ഡിഫറൻസ് ഉണ്ട്. മോസസിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഒരു ഫീച്ചർ എന്താന്ന് വെച്ചാല് എന്താണ്? ഇവരുടെ ഗാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാമേറ്റ് ബെയറിംഗ് പ്ലാന്റ് ബോഡി. ഇവരുടെ ഗാമറ്റോഫൈറ്റിന് എന്തുണ്ട്? 2 സ്റ്റേജസ് ഉണ്ട്. ഇവരുടെ ഗാമറ്റോഫൈറ്റിന് എന്തുണ്ട്? 2 സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റത്തെ സ്റ്റേജ് ആണ് എന്ത്? പ്രോട്ടോണിമ സ്റ്റേജ്. ഓക്കെ, ഫസ്റ്റത്തെ സ്റ്റേജ് ആണ് പ്രോട്ടോണിമ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് ആണ് എന്ത്? ലീഫി സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്? ലീഫി സ്റ്റേജ്. ഓക്കെ, ഇവരുടെ ഗാമറ്റോഫൈറ്റിന് 2 സ്റ്റേജ് ഉണ്ട്. പ്രോട്ടോണിമ സ്റ്റേജ് ഉണ്ട്, ലീഫി സ്റ്റേജ് ഉണ്ട്. അപ്പൊ ലൈഫ് സൈക്കിൾ നടക്കുമ്പോൾ ഈ 2 സ്റ്റേജ് കൂടി എന്ത് പോവും? മോസസ് കടന്നു പോകും. അപ്പൊ നമുക്ക് ഇവരുടെ ലൈഫ് സൈക്കിൾ എന്താണെന്ന് നോക്കാം. ഇവരുടെ ലൈഫ് സൈക്കിൾ പറയുമ്പോൾ അവിടെ പറഞ്ഞ പോലെ തന്നെ ഒരു മെയിലും ഉണ്ട്, എന്തുണ്ട്? ഒരു ഫീമെയിലും ഉണ്ട്. മെയിലിന്റെ എന്താണ്? ആന്ത്രേഡിയം. ഫീമെയിലിന് എന്തുണ്ട്? ആർക്കിഗോണിയം. ഒക്കെ സെയിം ആണ്. അത് അവിടെ പറഞ്ഞ പോലെ തന്നെ ഒക്കെ സെയിം ആണ്. ഡിഫറൻസ് വരുന്നത് എന്താന്ന് വെച്ചാല് സെയിം ആണെന്നുള്ളതുകൊണ്ടിട്ട് ഞാൻ ഈ ആരോ എടുക്കുന്നത്. ഡിഫറൻസ് വരുന്നത് എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞ് അവിടെ സ്പോറോഫൈറ്റ് ഫോം ചെയ്തു പറഞ്ഞു അല്ലെ? എവിടെയാണ് സ്പോറോഫൈറ്റ് ഫോം ചെയ്യുന്നത്? സൈഗോട്ട് സ്പോറോഫൈറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ? അവിടുത്തെ സ്പോറോഫൈറ്റ് നമ്മൾ കണ്ടു അല്ല, ഇതേപോലത്തെ ഒരു സ്ട്രക്ചറാണ് അവിടുത്തെ സ്പോറോഫൈറ്റ്. ഇവിടെ എന്ന് പറഞ്ഞാല് സ്പോറോഫൈറ്റ് കുറച്ചും കൂടി ഡിഫറൻഷിയേറ്റഡ് ആണ്. എങ്ങനെയാണ് സ്പോറോഫൈറ്റ് ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് മോസസിന്റെ സ്പോറോഫൈറ്റ്. മോസസിന്റെ സ്പോറോഫൈറ്റിന് എന്തുണ്ട്? ഒരു ഫൂട്ട് ഉണ്ട്. ഇത് സീറ്റ എന്ന് പറയും. ഇതെന്താണ്? ക്യാപ്സ്യൂൾ. ഫൂട്ട് ഉണ്ട്, സീറ്റ് ഉണ്ട്, ക്യാപ്സ്യൂൾ ഉണ്ട്. മറ്റൊടുത്ത് സ്പോറോഫൈറ്റ് ഉണ്ടാ. ഇതിന്റെ ഉള്ളിൽ എന്തുണ്ടാവുക? സ്പോർ ഉണ്ടാവും. സ്പോറോഫൈറ്റിനുള്ളിലാണ് എന്തുണ്ടാവുക? സ്പോർ ഉണ്ടാവുക അല്ലെ? ഇവിടെ സ്പോർ ഉണ്ടാവല് ഈ ക്യാപ്സ്യൂളില്ലേ, ഈ ക്യാപ്സ്യൂളിന്റെ ഉള്ളിലാണ് ഇവിടെ എന്തുണ്ടാവുക? സ്പോർ ഉണ്ടാവുക. ഇതാണ് മോസസിന്റെ ലിവർ ബേർഡ്സിന്റെ ലൈഫ് സൈക്കിളിലെ ഒരു ഡിഫറൻസ്. കൂട്ട് ഇതല്ല കേട്ടോ, കൂട്ട് ഇതാണ്. ഓക്കെ, അങ്ങനെ ഈ ക്യാപ്സ്യൂളിന്റെ ഉള്ളിൽ എന്തുണ്ട്? സ്പോർ ഉണ്ട്. ഈ സ്പോർസ് എന്ത് ചെയ്യും? ജെർമിനേറ്റ് ചെയ്യും. സ്പോർസ് എന്ത് ചെയ്യും? ജെർമിനേറ്റ് ചെയ്യും. അങ്ങനെ സ്പോർസ് ജെർമിനേറ്റ് ചെയ്തുണ്ടാവുന്ന
സ്പോർസ് ജെർമിനേറ്റ് ചെയ്തുണ്ടാവുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രോട്ടോണിമ എന്ന് വിളിക്കും. നമ്മൾ പറഞ്ഞ 2 സ്റ്റേജസ് ഉണ്ട് അല്ലെ? ഒന്ന് ഏതാണ്? പ്രോട്ടോണിമ സ്റ്റേജ് ഉണ്ട്, ലീഫി സ്റ്റേജ് ഉണ്ട്. ഈ ക്യാപ്സ്യൂളിനുള്ളിലുള്ള സ്പോർ ജെർമിനേറ്റ് ചെയ്തുണ്ടാവുന്നതിനാണ് എന്ത് വിളിക്കുക? പ്രോട്ടോണിമ എന്ന് വിളിക്കാം അല്ലെ? ഈ പ്രോട്ടോണിമ പിന്നെ എന്ത് ചെയ്യും? ലീഫി സ്റ്റേജിലേക്ക് മാറും. പ്രോട്ടോണിമ പിന്നെ എന്ത് ചെയ്യും? ലീഫി സ്റ്റേജിലേക്ക് മാറും. പിന്നെയും ലീഫി സ്റ്റേജിൽ എന്തുണ്ടാവും? 2 ടൈപ്പ് ഗാമറ്റ്സ് ഉണ്ടാവും. മെയിൽ ഉണ്ടാവും, ഫീമെയിൽ ഉണ്ടാവും. പിന്നെയും ഇത് എന്ത് ചെയ്യും? വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ഈ പ്രോട്ടോണിമ സ്റ്റേജും ലീഫി സ്റ്റേജും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പ്രോട്ടോണിമ സ്റ്റേജ് എന്താണ്? ഒരു ഗ്രീൻ ക്രീപ്പി സ്ട്രക്ചർ ആണ്. അതാണ് ഇനീഷ്യൽ സ്റ്റേജ്. ഇതെന്താണ്? ഒരു ഗ്രീൻ ക്രീപ്പി സ്ട്രക്ചർ ആണ് എന്ത്? പ്രോട്ടോണിമ സ്റ്റേജ്. ലീഫി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? ലീഫ് ലൈക്ക് സ്റ്റേജ്. ലീഫി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഫ് ലൈക്ക് സ്റ്റേജ്. അപ്പൊ ഇതാണ് മോസസിന്റെ ലൈഫ് സൈക്കിൾ. മറ്റേ പോലെ തന്നെ ഡിഫറൻസ് വരുന്നത് ഈ സ്പോറോഫൈറ്റ് ഇവിടെ. ഇതാണ് എന്ത്? സ്പോറോഫൈറ്റിന്റെ സ്ട്രക്ചറിലും സ്പോർ എവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്? ഇവിടെ ക്യാപ്സ്യൂളിന്റെ ഉള്ളിലാണ്. മറ്റേത് മൊത്തം സ്പോറോഫൈറ്റിന്റെ ഉള്ളിലും എന്താണ്? മൊത്തം സ്പോറോഫൈറ്റിന്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? സ്പോർ ഉണ്ടായിരുന്നു. ഇവിടെ എന്താണ്? ക്യാപ്സ്യൂളിൽ മാത്രമേ എന്തുള്ളൂ? സ്പോർ ഉള്ളൂ. എന്നിട്ട് അത് പ്രോട്ടോണിയം ആവും, ലീഫി സ്റ്റേജ് ആവും. വീണ്ടും ലീഫി സ്റ്റേജിന് ഗാമറ്റോഫൈറ്റ്സ് ഉണ്ടാവും, മെയിലും ഫീമെയിൽ ഗാമറ്റ്സ് ആവും. മെയിലും ഫീമെയിൽ പ്ലാന്റ് ബോഡി ആവും, ആന്ത്രീഡിയം ഉണ്ടാവും, ആർക്കിഗോണിയം ഉണ്ടാവും. ഇത് വീണ്ടും ഇങ്ങനെ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? ഇനി പറയാനുള്ളത് എന്തിന്റെ? ബ്രയോഫൈറ്റ്സിന്റെ കുറച്ച് ഫങ്ഷൻസിനെ അല്ലെങ്കിൽ യൂസസിനെ പറ്റിയിട്ടാണ്. എന്തിനെ പറ്റിയിട്ടാണ്? കുറച്ച് യൂസസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവരുടെ ഡിഫറെന്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ യൂസസ്? ഒരെണ്ണം എന്താണെന്ന് വെച്ചാല് എന്താണ്? ദേ ആർ ഫുഡ് ഫോർ many herbaceous animals and birds. പല ഹെർബേഷ്യസ് ആനിമൽസിനും ബേർഡ്സിനും അല്ലെങ്കിൽ മാമൽസിനും ഒക്കെ എന്താണ്? ബ്രയോഫൈറ്റ് ഒരു ഫുഡാണ്, പ്ലാന്റ് ആണല്ലോ. അപ്പൊ പ്ലാന്റ് ഈറ്റിംഗ് ആണല്ലോ നമ്മൾ ഹെർബിവോറസ് അല്ലെങ്കിൽ ഹെർബേഷ്യസ് എന്ന് പറയാം. അങ്ങനെ പല ഹെർബേഷ്യസ് മാമൽസിന്റെയും ബേർഡ്സിന്റെയും ഒക്കെ ഫുഡാണ് എന്ത്? ബ്രയോഫൈറ്റ്. പിന്നെ രണ്ടാമത് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യും. എടുത്തു പറയുന്നത് ഏതാന്ന് വെച്ചാല് സ്വാഗ്നത്തിനെ പറ്റിയിട്ടാണ്. സ്വാഗ്നം ഒരു മോസാണ്. മോസസിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സ്വാഗ്നത്തിനെ പറ്റിയിട്ടാണ് എടുത്തു പറയുന്നത്. അതെന്താണ്? ഒരു ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ എന്താ വെച്ചാല് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ എന്താണ്? പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് എന്ത് ചെയ്യും? യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ ആൽഗേനെ കൊണ്ട് പറഞ്ഞല്ലേ, ഹൈഡ്രോകോളോയിഡ്സ് ആണ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ടെന്ന്. അതേപോലെ തന്നെ ബ്രയോഫൈറ്റ്സിന് എന്തുണ്ട്? വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യും? പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യും. അടുത്ത ഫീച്ചർ എന്താന്ന് വെച്ചാല് ദേ വിൽ പ്രിവെന്റ് എന്താണ്? സോയിൽ ഇറോഷൻ. സോയിൽ ഇറോഷൻ എന്ത് ചെയ്യും? ഇവരെന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യും. ഓക്കെ, സോയിൽ ഇറോഷൻ ഇവരെന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യും. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ലൈൻ ഉണ്ട്, ഞാൻ ഇവിടെ കൊടുക്കാം. എന്താന്ന് വെച്ചാല് മോസസ്, ഇത് എപ്പോഴും ചോദിക്കുക, മോസസ് അലോങ് വിത്ത് ലൈക്കൻസ് ആണ് എന്ത്? ഇവരാണ് എന്ത്? ഫസ്റ്റ് കോളനൈസ് ചെയ്തത്. ഫസ്റ്റ് കോളനൈസ് ഓൺ റോക്സ്. അപ്പൊ ഈ റോക്സും ഒക്കെ ആദ്യമായിട്ട് വന്ന് കോളനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ വന്ന് നിൽക്കുക, അല്ലെങ്കിൽ അവിടെ വന്ന് ആ ഒരു കോളനി ഫോം ചെയ്യാം. ആദ്യമായിട്ട് കോളനൈസ് ചെയ്യുന്നത് ആരാണ്? മോസസ് അലോങ് വിത്ത് ലൈക്കൻസ് ആണ് ഫസ്റ്റ് കോളനൈസ് ഓൺ റോക്സ്.
അപ്പൊ ഇതിന് എന്തുണ്ട്? ദിസ് ഈസ് ഓഫ് ഗ്രേറ്റ് ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ്. ഗ്രേറ്റ് ഇക്കോളജിക്കൽ എന്തുണ്ട്? ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, മോസസ് അലോങ് വിത്ത് ലൈക്കൻസ് ആണ് എന്ത് ഹൈലൈറ്റ് ചെയ്യുന്നത്? മോസസ് അലോങ് വിത്ത് ലൈക്കൻസ് ആണ് ഫസ്റ്റ് കോളനൈസ് ഓൺ റോക്സ്. അതുകൊണ്ട് തന്നെ ഇതിന് എന്തുണ്ട്? ഗ്രേറ്റ് എന്തുണ്ട്? ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ കുറച്ച് എക്സാമ്പിൾസ് ഓഫ് മോസസ് ഏതാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നത് ഒന്ന് ഫ്യൂണേരിയ, പിന്നെ ഏതാണ്? പോളിട്രൈക്കം, അതേപോലെ സ്പാഗ്നം. ഓക്കെ, എക്സാമ്പിൾസ് മറക്കരുത് ട്ടാ. ഫ്യൂണേരിയ, പോളിട്രൈക്കം, സ്പാഗ്നം. ലിവർ വാട്ടർ ഏതാണ്? ഇതാണ് മോസസിന്റെ എക്സാമ്പിൾസ്. ലിവർ വാട്ടർ ഏതേന്നു? മാർക്കാൻഷ്യ. ഓക്കെ, വിച്ച് among the following is not a മോസസ് എന്ന് പറഞ്ഞിട്ട് ഫ്യൂണേരിയ, പോളിട്രൈക്കം, സ്പാഗ്നം, മാർക്കാൻഷ്യ തരാം. അപ്പൊ നിങ്ങൾക്ക് അറിയണം എന്താണ് മാർക്കാൻഷ്യ ഒരു മോസ് അല്ല, ലിവർ വേർട്ട് ആണെന്ന് എന്ത് ചെയ്യണം? അറിയണം. അപ്പൊ ഇത്രയേ ഉള്ളൂ മോസസിന്റെ ലൈഫ് സൈക്കിൾ. ലിവർ വേർട്ടിന് എന്തുള്ളൂ? ഇത്തിരി ഡിഫറൻസ് ഉള്ളൂ. സ്പോറോഫൈറ്റിലാണ് ഡിഫറൻസ്. പിന്നെ ഇവർക്ക് 2 സ്റ്റേജ് ഉണ്ട്, പ്രോട്ടോണിയം ഉണ്ട്, ലീഫി സ്റ്റേജ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? ബ്രയോഫൈറ്റ്സിന്റെ കുറച്ച് യൂസസിന് അല്ലെങ്കിൽ ഫങ്ഷൻസിനെ പറ്റി പറഞ്ഞു. നിങ്ങളുടെ NCERT എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. എന്താണ്? ബ്രയോഫൈറ്റ്സ് ആർ ആൾസോ കോൾഡ് ആംഫിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം അല്ലെ, ബിക്കോസ് ദീസ് പ്ലാന്റ്സ് ക്യാൻ ലീവ് ഇൻ സോയിൽ ബട്ട് ആർ ഡിപ്പെൻഡന്റ് ഓൺ വാട്ടർ ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. നമ്മൾ പറഞ്ഞു they usually occur in damp, humid and shaded localities. They play an important role in plant succession on bare rocks and soil. Plant succession എന്ന് പറഞ്ഞാല് അവിടെ വന്നിട്ട് ഒരു ഏരിയയിൽ വന്നിട്ട് അല്ലെങ്കിൽ റോക്കിന്റെ മേലെ വന്നിട്ട് അവിടെ കോളനൈസ് ചെയ്ത് അവിടെ പിന്നെ അടുത്ത പ്ലാന്റ് ഉണ്ടായി അങ്ങനെ ഫസ്റ്റ് ആയിട്ട് അവിടെ വന്നിട്ട് അതാണ് ഈ ഗ്രേറ്റ് ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ആരും ഇല്ലാത്തൊരു ഏരിയ, ഒരു ഡെസേർട്ട് ഏരിയ, നമ്മൾ നമ്മളെ ഫാമിലി ആയിട്ട് അവിടെ പോയിട്ട് നമ്മൾ അവിടെ സെറ്റിൽ ആവണം. അപ്പൊ നമ്മളാണ് അവിടെ ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്? കോളനൈസ് ചെയ്യുന്നത്. അതേപോലെ ഈ മോസസ് ബ്രയോഫൈറ്റ്സിൽ എസ്പെഷ്യലി പറയേണ്ട ഈ മോസസ് ആണ് എന്ത് ഫസ്റ്റ് ആയിട്ട് റോക്കും ഒക്കെ കോളനൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് എന്തുണ്ട്? ഒരു ഗ്രേറ്റ് ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. The plant body of bryophytes is most differentiated that of an algae. ആൽഗേനേക്കാൾ എന്താണ്? കുറച്ചും കൂടി ഡിഫറൻഷിയേറ്റഡ് ആണ് എന്ത്? ബ്രയോഫൈറ്റിന്റെ plant body. It is thallus-like and prostrate or erect ആണ്. Attached to the substratum by unicellular or multicellular rhizoids. റൈസോയിഡ്സ് വഴി സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എവിടെയാണോ അവർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഇപ്പൊ റോക്കും ആണെങ്കിൽ റോക്കാണ് സബ്സ്ട്രേറ്റ്, അല്ലെങ്കിൽ ഇപ്പൊ മതിലിനൊക്കെ നമുക്ക് കാണാൻ പറ്റും ബ്രയോഫൈറ്റിന്, സോയിലിൽ കാണാൻ പറ്റും. അതിന് ഏത് വേണോ അറ്റാച്ച് ചെയ്തിട്ടില്ല അതിനാണ് നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ദേ ലാക്ക് ട്രൂ റൂട്ട് സ്റ്റെം ഫോർ ലീഫ്. അതാണ് താലസ് ലൈക്ക് ബോഡി എന്ന് പറയുന്നത്. ട്രൂ ഡിഫറൻസിയേഷൻ ഇല്ല. ദേ മേ പോസസ് റൂട്ട് ലൈക്ക്, ലീഫ് ലൈക്ക് അല്ലെങ്കിൽ സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സ്. ഇവർക്ക് റൂട്ടും ലീഫും സ്റ്റെമ്മും ഒന്നുമില്ല, പകരം എന്താണ്? റൂട്ട് ലൈക്ക്, ലീഫ് ലൈക്ക് അല്ലെങ്കിൽ സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് എന്തുള്ളത്? ഇവർക്കുള്ളത്. മെയിൻ പ്ലാന്റ് ബോഡി എന്താണ്? ഹാപ്ലോയിഡ് ആണ്. മെയിൻ പ്ലാന്റ് ബോഡി എന്താണ്? ഹാപ്ലോയിഡ് ആണ്. അതായത് N ആണ്. ഇറ്റ് പ്രൊഡ്യൂസസ് ഗാമേറ്റ്സ്, ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ഗാമറ്റോഫൈറ്റ്. നമ്മൾ പറഞ്ഞ ഗാമേറ്റ് പ്രൊഡ്യൂസിങ് പ്ലാന്റ് ബോഡിനെയാണ് എന്ത് വിളിക്കുക? ഗാമറ്റോഫൈറ്റ് എന്ന് വിളിക്കാം. സെക്സ് ഓർഗൻ ഇൻ ബ്രയോഫൈറ്റ്സ് ആർ മൾട്ടി സെല്ലുലാർ. മെയിൽ സെക്സ് ഓർഗൻ ആണ് എന്ത്? ആന്ത്രീഡിയം. ഫീമെയിൽ ആണ് എന്ത്? ആർക്കിഗോണിയം. മെയിൽ സെക്സ് ഓർഗൻ പ്രൊഡ്യൂസ് 5 ഫ്ലജെല്ലേറ്റഡ് ആന്തറോസോയിഡ്സ്. ഓക്കെ, ഫീമെയിൽ സെക്സ് ഓർഗൻ നമ്മൾ ആർക്കിഗോണിയം എന്ന് വിളിക്കും. ഇറ്റ് ഇസ് ഫ്ലാസ്ക് ഷേപ്ഡ് ആൻഡ് പ്രൊഡ്യൂസ് സിംഗിൾ എഗ്. ഓക്കെ, മെയിൽ സെക്സ് ഓർഗൻ ആണ് എന്ത്? ആന്തരീഡിയം. അവര് ബൈഫ്ലജെല്ലേറ്റഡ് ആന്തറോസോയിഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ് ആർക്കിഗോണിയം. ദേ പ്രൊഡ്യൂസ് ഫ്ലാസ്ക് ഷേപ്ഡ് സിംഗിൾ എഗ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. The anthrozoids are released into water where they come in contact with archegonium. An anthrozoid fuses with egg to produce zygote. Okay, zygote do not undergo reduction division immediately. They produce a multicellular body called എന്താണ്? സ്പോറോഫൈറ്റ്. സൈഗോട്ട് എന്ത് ചെയ്യണില്ല? അതേപോലെ നമ്മൾ ഇവിടെ കണ്ട് സൈഗോട്ട് എന്ത് ചെയ്യണില്ല? ഉണ്ടായ ഉടനെ തന്നെ എന്ത് ചെയ്യണില്ല? സ്പോർ ഉണ്ടാവും, മിയോസിസ് നടക്കണില്ല. ഒരു സ്പോറോഫൈറ്റ് ഉണ്ടായിട്ട് സ്പോറോഫൈറ്റ് എന്നാണ് എന്ത് നടക്കുന്നത്? മിയോസിസ് നടക്കുന്നത്. ഇവിടെ അതേപോലെ തന്നെ
ഇവിടെ എന്തുണ്ടാവും? ഇവിടെ ഫ്യൂഷൻ നടക്കും. എന്നിട്ട് എന്തുണ്ടാവും? സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് എന്ത് ചെയ്യും? സ്പോറോഫൈറ്റ് ആവും. എന്നിട്ടാണ് പിന്നെ എന്ത് നടക്കുന്നത്? മിയോസിസ് നടക്കുന്നത് അല്ലെ? ഓക്കെ. Sporophyte is a not free living but attached to the photosynthetic gametophyte and derives nourishment from it. അല്ലെ? Some cells of the sporophyte undergo reduction, അതായത് മിയോസിസ് നടക്കും, to produce haploid spores. നമ്മൾ പറഞ്ഞ സ്പോർസ് ഉണ്ടായി. ഈ സ്പോർസ് എന്ത് ചെയ്യും? ജെർമിനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? വീണ്ടും ഗാമറ്റോഫൈറ്റ് ആണ് നമ്മളെ പ്ലാൻ ബോഡി. അപ്പൊ പിന്നെ ഇതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഈ സെന്റൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് നമ്മളിവിടെ ലൈഫ് സൈക്കിൾ പോലെ വരച്ചിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ. പിന്നെന്താ? പിന്നെ ബ്രയോഫൈറ്റ് ഇൻ ജനറൽ ആർ ഓഫ് ലിറ്റിൽ ഇക്കോണമിക്കൽ ഇമ്പോർട്ടൻസ്. ഇക്കോണമിക്കൽ ഇമ്പോർട്ടൻസ് എന്താണ്? പൊതുവേ കുറവാണ്. ഒരെണ്ണം എന്താണ്? ഒരു ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മോസസ് പ്രൊവൈഡ് ഫുഡ് ഫോർ ഹെർബേഷ്യസ് മാമൽസ്, ബേർഡ്സ് ആൻഡ് അതർ ആനിമൽസ്. ഹെർബേഷ്യസ് മാമൽസിനും ബേർഡ്സിനും മോസസ് പ്രൊവൈഡ് ഫുഡ് ഫോർ ഹെർബേഷ്യസ് മാമൽ, ബേർഡ്സ് ആൻഡ് അതർ ആനിമൽസ്. അപ്പൊ അതെന്താണ്? ഒരു യൂസ് ആണ്. പിന്നെന്താണ്? സ്വാഗ്നം. മോസ് എന്താണ്? ലോങ് ബീൻ യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യും. പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യും. ഫോർ ട്രാൻസ്ഷിപ്മെന്റ് ഓഫ് ലിവിങ് മെറ്റീരിയൽ. കാരണം എന്താണ്? വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. പിന്നെന്താണ്? ഇവിടെ നമ്മൾ പറഞ്ഞ സംഭവം മോസസ് അലോങ് വിത്ത് ലൈക്കൻസ് ആർ ദ ഫസ്റ്റ് ഓർഗാനിസം ടു കോളനൈസ് റോക്സ്, ഹെൻസ് ആർ ഓഫ് ഗ്രേറ്റ് ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ്. മറക്കരുത് കേട്ടാ, ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും? ചോദിക്കും. ഓക്കെ. എന്താണ്? മോസസ് അലോങ് വിത്ത് ലൈക്കൻസ് ആർ ദ ഫസ്റ്റ് Moses along with lichens are the first organism to colonize the rocks and hence are of great ecological importance. പിന്നെന്താണ്? They decompose the rock making the substrate suitable for growth of higher plants. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? ഈ റോക്കിന് എന്ത് ചെയ്യും? ഇങ്ങനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്ത് പൊടിയാക്കും. അപ്പൊ അവിടെ എന്ത് ഫോം ചെയ്യും? സോയിൽ ഫോർമേഷൻ നടക്കും. ഈ സോയിലാണ് പിന്നെയുള്ള ഹയർ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നത്? വളരുന്നത്. Since Moses formed dense mat on the soil, they reduce the impact of falling rain and prevent soil erosion. സോയിൽ ഇറോഷൻ എന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യും. അതായത് ഇതൊരു ഡെൻസ് മാറ്റ് പോലെ എന്ത് ചെയ്യും? ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പൊ ഈ പിക്ചറിൽ നോക്ക്, ഇതാണ് മോസസിന്റെ പിക്ചർ. കണ്ട, ഈ ഗ്രീൻ കളർ ഡെൻസ് മാറ്റ് പോലെ കാണാൻ പറ്റുന്നില്ലേ? അപ്പൊ ഇവരെന്ത് ചെയ്യും? സോയിൽ ഇങ്ങനെ അദറന്റ് ആയിട്ട് കിടന്നിട്ട് എന്ത് ചെയ്യും? സോയിൽ ഇറോഷൻ എന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞ് എന്താണ്? ബ്രയോഫൈറ്റ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ലിവർവേർട്സ് ആൻഡ് മോസസ് അല്ലെ? നമ്മൾ രണ്ടിന്റെയും ലൈഫ് സൈക്കിൾ പറഞ്ഞ് രണ്ടിന്റെയും ഫീച്ചേഴ്സ് പറഞ്ഞു. ഇനി ടെക്സ്റ്റിൽ എന്താണ് ഇവരെ പറ്റി പറയുന്നത് നമുക്ക് നോക്കാം. Liverworts grow usually in moist, shady habitats such as banks of streams, marshy ground, damp soil, bark of tree, deep in the wood. അതായത് കുറച്ച് മോയിസ്റ്റ് ആയിട്ട് ഷെയ്ഡി ആയിട്ടുള്ള റീജിയൻസിലാണ് എന്തിനെ കാണാൻ പറ്റുക? ലിവർവേർട്സിനെ കാണാൻ പറ്റും. ഓക്കെ. പ്ലാൻ ബോഡി ഓഫ് ലിവർവേർട്ട് താലോയിഡ് ആണ്. എക്സാമ്പിൾ ഏതാണ്? മാർക്കാൻഷ്യ. Thalamus dorsiventral and closely oppressed to the substrate. Dorsiventral എന്ന് പറഞ്ഞാൽ ഒരു ഡോർസൽ സർഫസ് ഉണ്ട്, വെൻട്രൽ സർഫസ് ഉണ്ട്. ക്ലോസ്ലി അപ്രസ്ഡ് ടു ദ സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് സബ്സ്ട്രേറ്റിനോട് അറ്റാച്ച് ആയിട്ട് ഇരിക്കുന്നത് അതിനോട് ക്ലോസ്ലി അദറന്റ് ആയിട്ടിരിക്കും. അതായത് ക്ലോസ്ലി അറ്റാച്ച്ഡ് ആയിട്ടിരിക്കും കാണുണ്ടാവാം. ഓക്കെ. The leafy members have tiny leaf-like appendages in 2 rows on the stem-like structures. ലീഫി മെമ്പേഴ്സിന് എന്തുണ്ടാവും? ലീഫ് ലൈക്ക് അപ്പൻഡേജസ്. ലീഫ് ലൈക്ക് ആണ്, ലീഫ് അല്ല. ഓക്കെ. Asexual reproduction in liverworts takes place by fragmentation of thalli or by formation of special structures called എന്താണ്? ജെമ്മ കപ്സ്. നമ്മൾ പറഞ്ഞ് ഒന്നെങ്കിൽ ഇവരെ ഫ്രാഗ്മെന്റേഷൻ വഴി അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കും, അല്ലെങ്കിൽ ഇവർക്ക് എന്തുണ്ട്?
ഒരു സ്പെഷ്യൽ റീപ്രൊഡക്റ്റീവ് അസെക്ഷൽ ബഡ് ഉണ്ട്. അതിനാണ് നമ്മൾ പറഞ്ഞത് എന്ത്, ജെമ്മ കപ്പ്. ജെമ്മ കപ്പ് എന്താണ്? മൾട്ടി സെല്ലുലാർ ഗ്രീൻ അസെക്ഷൽ ബഡ്സ് വിച്ച് ഡെവലപ്പ് ഇൻ സ്മോൾ റിസെപ്റ്റക്കിൾ കോൾഡ് ജെമ്മ കപ്സ്. ജമ്മയാണ് കേട്ടോ സിംഗുലർ. ജമ്മ കപ്സിനുള്ളിൽ ജമ്മ ഉണ്ടാവും. ഈ ജമ്മ എന്ത് ചെയ്യും? ഡിറ്റാച്ച് ചെയ്യും, സോയിലേക്ക് വീഴും, എന്നിട്ട് എന്ത് ചെയ്യും? പുതിയ ഇൻഡിവിജ്വൽ ആയിട്ട് എന്ത് ചെയ്യും? ഗ്രോ ചെയ്യും. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷന്റെ സമയത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആർ പ്രൊഡ്യൂസ്ഡ് എയ്തർ ഓൺ സെയിം ഓർ ഓൺ ഡിഫറെന്റ് താലെ. ചിലപ്പോ എന്ത് ചെയ്യും? ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഡിഫറെന്റ് താലേന്നാണ് കണ്ട. ഇത് ആർക്കിഗോണിയം ഫീമെയിൽ ഒരു താലസ്മ, ഇതെന്താണ്? ആന്ത്രീഡിയം മെയിൽ വേറൊരു താലസ്മ. അപ്പൊ ചിലപ്പോ ഇത് രണ്ടും ഡിഫറെന്റ് താലസ്മ കാണാം, ചിലപ്പോ എന്ത് ചെയ്യാൻ പറ്റും? രണ്ടും സെയിം താലസിൽ കാണാൻ പറ്റും. ഓക്കെ, ഡിഫറെന്റ് താലേമിലും കാണാൻ പറ്റും, സെയിം താലസിമിലും കാണാൻ പറ്റും. The sporophyte is differentiated into food, seta and capsule. ഒരു സെക്കൻഡ്. സ്ക്രീൻ കാണാല്ലേ? ആണ്. ഓക്കെ, these spores germinate to form free living gametophytes. പിന്നെ പ്രോസസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് സ്റ്റേജ് ഉണ്ട് പറഞ്ഞ്. പ്രിഡോമിനന്റ് സ്റ്റേജ് എന്താണ്? ഗാമറ്റോഫൈറ്റ് ആണ്. രണ്ട് സ്റ്റേജ് ഉണ്ട്. ഏതൊക്കെയാണ്? പ്രോട്ടോണിമിന്റെ ലീഫി സ്റ്റേജ് ഉണ്ട് അല്ലെ. പ്രോട്ടോണിമ ഡയറക്ട്ലി ഒരു സ്പോറിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഒരു ക്രീപ്പി ഗ്രീൻ ബ്രാഞ്ച്ഡ് ആൻഡ് ഫ്രീക്വന്റ്ലി ഫിലമെന്റ് സ്റ്റേജ് ആണ്. ലീഫി സ്റ്റേജ് എന്ന് പറഞ്ഞാല് സെക്കൻഡറി പ്രോട്ടോണിമ, അതായത് പ്രോട്ടോണിമെന്ന് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജ് ആണ് ലീഫി സ്റ്റേജ്. പ്രോട്ടോണിമ ഡയറക്ട്ലി ഫ്രം സ്പോർസ് ഡെവലപ്പ് ചെയ്യുന്നതാണ് പ്രോട്ടോണിമ സ്റ്റേജ്.
സ്ക്രീനാണല്ലേ? ആ. എന്റെ ഹെൽത്ത് തീരെ ഓക്കെ അല്ല. ഞാന് ഇനി ഡിലേ ആയ ഞങ്ങളെ ചാപ്റ്റേഴ്സ് 10 ഡിലേ ആവും. ഇപ്പൊ തന്നെ ഫെബ്രുവരി പകുതി ആവാറല്ലേ. ബർത്ത്ഡേ ആണല്ലേ? കേട്ടില്ല. ബർത്ത്ഡേ ആണല്ലേ ചോദിക്കും. എന്റെ ഇന്നല്ലേനു, സെക്കൻഡിനേനു. ഞാൻ വീട്ടിലേനു, ഇപ്പൊ വന്നിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓ, ഡോക്ടേഴ്സിന് നല്ല ഹെൽത്ത് കേട്ടില്ല. എന്താ പറഞ്ഞേ? ഡോക്ടറാണല്ലോ നമ്മളെ ഹെൽത്ത് നോക്കുന്നത്. അതെ അതെ. അവരെ health ഇപ്പൊ ഞാൻ എന്റെ ഹെൽത്ത് നോക്കി ഞങ്ങളെ ചാപ്റ്റേഴ്സ് നല്ലോണം പെൻഡിങ് ആവും. ഓക്കെ. ആ. എവിടെ? ഒരു സെക്കൻഡ്. Okay. They consist of upright, slender, axis-bearing, spirally arranged leaves. ഈ പിക്ചർ നോക്കണ upright, slender axis, spirally arranged leaves. Okay. പിന്നെന്താ? They are attached to the soil through multicellular അല്ലെങ്കിൽ branched rhizoids. Rhizoids can be unicellular അല്ലെങ്കിൽ multicellular ആവാം, branched ആവാം. ഈ സ്റ്റേജ് ബേസ് സെക്സ് ഓർഗൻ, അതായത് ലീഫി സ്റ്റേജിലാണ് എന്തുണ്ടാവുക? സെക്സ് ഓർഗൻസ് ഉണ്ടാവുക. പിന്നെന്താണ്? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഇസ് മോസസ് ബൈ ഫ്രാഗ്മെന്റേഷൻ ആൻഡ് ബഡ്ഡിംഗ് ഇൻ സെക്കൻഡറി പ്രോട്ടോണിമം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടില്ലേ? ബഡ്ഡിംഗ് ഇൻ പ്രോട്ടോണിമം ഓഫ് മോസസ്. മിസ് വയ്യെങ്കിൽ ഇല്ല, ഞാനില്ല, ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാം. 3:30 വരാം. അപ്പൊ ടെറിഡോഫൈറ്റ് മുതൽ എടുത്തു തുടങ്ങാം. ഓക്കെ. ഇവിടെ നോക്കണ ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ദ സെക്സ് ഓർഗൻസ് ആന്ത്രിഡിയ ആൻഡ് ആർട്ടിഗോണിയ ആർ പ്രൊഡ്യൂസ് അറ്റ് ദ അപ്പെക്സ് ഓഫ് ലീഫി ഷെഡ്. അപ്പൊ നമ്മൾ പറഞ്ഞ് ലീഫി സ്റ്റേജിലാണ് സെക്സ് ഓർഗൻസ് കാണാം, അവിടെ അപ്പെക്സിലാണ് ആന്ത്രിഡിയം ആർട്ടിഗോണിയം കാണാൻ പറ്റുക. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ zygote develop into sporophyte consisting of a food seta capsule. അല്ലെ? Sporophyte in mosses is more elaborate than in liverworts. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ സെന്റൻസ്. Sporophyte in mosses is more elaborate than in liverworts. അതായത് ലിവർവേർട്സിന്റെ സ്പോറോഫൈറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ മോസസിന്റെ സ്പോറോഫൈറ്റ് എന്താണ്? ഒന്നും കൂടി ഡിഫറൻഷിയേറ്റഡ് ആണ്, അല്ലെങ്കിൽ എലാബറേറ്റ് ആണ്. The capsule contains spores. Spores are formed after meiosis. Capsule എന്തുണ്ടാവും? സ്പോർസ് ഉണ്ടാവും. സ്പോർസ് എന്ത് ചെയ്യും?
മിയോസിസ് കഴിഞ്ഞിട്ടാണ് ഫോം ചെയ്യുന്നത്. മോസസ് ഹാവ് എൻ ഇലാബറേറ്റ് മെക്കാനിസം ഓഫ് സ്പോർ ഡിസ്പേഴ്സൽ. ഇവർക്ക് എന്തുണ്ട്? ഈ സ്പോർ ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ട് ഒരു ഇലാബറേറ്റ് മെക്കാനിസം ഉണ്ട്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് 3 എക്സാമ്പിൾസ് ആണ്. ഫ്യൂണേരിയ, പോളിട്രൈക്കം, സ്വാഗ്നം. അപ്പൊ അത്രയാണ് എന്തുള്ളത് ലിവർവേർട്സിന് മോസസിനെ പറ്റിയിട്ടുള്ളത്. അപ്പൊ ബ്രയോഫൈറ്റ്സ് മാത്രമേ ഒന്ന് പറഞ്ഞിട്ടുള്ളൂ. മറ്റേ ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേം എന്നൊരു 15 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ഇടാം ഗ്രൂപ്പില്, ഒന്ന് ജോയിൻ ചെയ്യണേ. ഇതുവരെ ഓക്കെ അല്ലേ? ബ്രയോഫൈറ്റ് ഓക്കെ അല്ലേ? ഇതൊന്ന് വായിക്കുക. ഈ 15 മിനിറ്റ് കൊണ്ട് ഇതൊന്ന് വായിക്കുക. ഞാൻ നിങ്ങൾക്ക് അടുത്ത ലിങ്ക് എന്ത് ചെയ്യാം,